നമസ്കാരം. ഞങ്ങൾ എല്ലാവരും കൂടെ ഫാമിലി സഹിതം ഞങ്ങൾ US പോവാണ്. US മൈഗ്രേറ്റ് ചെയ്യുകയല്ല, US ന്യൂയോർക്കിൽ പോവാണ്. കാരണം നമ്മുടെ പതിവ് കാരണം തന്നെ വടംവലി. അപ്പോൾ ഈ ആഴ്ച ന്യൂയോർക്കിൽ വടംവലിയുണ്ട്, അടുത്ത ആഴ്ച ഷിക്കാഗോയിലുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മളെല്ലാവരും കൂടെ ന്യൂയോർക്കിലേക്ക് പോകുമെന്ന് വെച്ച് നമ്മൾ ന്യൂയോർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇറങ്ങിയിട്ട് ഒത്തിരി നേരമായി, പക്ഷേ എനിക്ക് ഫോൺ പണി തന്നു. ഉച്ചവരെ ഒരു കുഴപ്പമില്ലാതെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഫോൺ പെട്ടെന്ന് ചാർജും തീർന്ന് ടപ്പയും തീർന്ന് വർക്കാവുന്നില്ല. മദർ ബോർഡിന് എന്തോ കംപ്ലൈൻറ്റ്. പിന്നെ അത് നന്നാക്കാൻ വേണ്ടി പോയിട്ടൊക്കെ ശരിയായില്ല. പിന്നെ ഞാൻ വേറൊരു ഫോൺ വാങ്ങി, ഗാലക്സി S25 അൾട്രാ ഫോൺ വാങ്ങി. അപ്പോൾ അങ്ങനെ ഒരു ഫോണും വാങ്ങി. അപ്പോൾ ഒത്തിരി ലേറ്റ് ആയി. നമ്മൾ വീട്ടിൽ നിന്ന് 3 മണിയായപ്പോൾ ഇറങ്ങിയത് അല്ലേ? 3 മണിയായപ്പോൾ ഇറങ്ങി. ഇപ്പോൾ ഒരു ഫോണും എല്ലാം വാങ്ങി. നമ്മുടെ അവിടുന്ന് ഇപ്പോൾ നയാഗ്ര എത്തുന്നതേ ഉള്ളൂ. നയാഗ്ര ഇപ്പോൾ സമയം 6:30 ഒത്തിരി ലേറ്റ് ആയി. നമ്മൾ മിക്കവാറും ന്യൂയോർക്ക് എത്തുമ്പോൾ ഇനി നിർത്തിയൊക്കെ എത്തുമ്പോഴത്തേക്കിനും ഒരു 1:30 അല്ല, അതിൽ കൂടുതലാവും. 2 മണിയെങ്കിലും ആവും. 2:30 ആവാൻ സാധ്യതയുണ്ട്. അവിടെ ചെന്ന് എന്താ കിട്ടാൻ? അവിടെ ഹോട്ടലല്ലേ, അവിടെ വെളിയിൽ പോയി കഴിക്കേണ്ടി വരും. പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കാം. അപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇപ്പോൾ ബോർഡറിലെത്തി. ഇത് US ബോർഡറാണ്. ഇവിടെ നല്ല തിരക്കായിരുന്നു, വെള്ളിയാഴ്ച ആയതുകൊണ്ട്. അപ്പോൾ ഇനി നമുക്ക് ന്യൂയോർക്കിലേക്ക് 5 മണിക്കൂർ 57 മിനിറ്റ് ഉണ്ട്. അതായത് 6 മണിക്കൂർ. എത്ര മണിക്കാണ് ചെല്ലുന്നത്? 1:10 അല്ല, മിക്കവാറും ചെല്ലുമ്പോൾ 2 മണിയാവും. അല്ല, 2 അല്ല, 3 ആവും. അത് നോക്കൂ. നമ്മൾ നിർത്തിയൊക്കെ പോകുമ്പോൾ ഇവരെ കൊണ്ടല്ലേ പോകുന്നത്. ഇപ്പൊ തന്നെ ഓൾറെഡി ഇവരൊക്കെ മടുത്ത്. ന്യൂയോർക്ക് എത്തിയോ? സ്റ്റാർബക്സിൽ എത്തിയപ്പോ ചോദിച്ചത് ന്യൂയോർക്കിലെ സ്റ്റാർബക്സ് ആണോ? ഞങ്ങൾ കാപ്പിയൊക്കെ വാങ്ങിച്ചായിരുന്നു. നമ്മൾ ബോർഡർ ക്രോസ് ചെയ്ത് ന്യൂയോർക്ക് സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഞങ്ങൾ ബോർഡറിൽ എത്തിയപ്പോൾ പുള്ളി ചോദിച്ചത് എങ്ങോട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ന്യൂയോർക്കാണ്. പുള്ളി ചോദിച്ചു ന്യൂയോർക്ക് സിറ്റി ആണോ? ഞാൻ പറഞ്ഞു അതെ. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്താൽ ഉടനെ തന്നെ ന്യൂയോർക്കായി. ബിക്കോസ് ന്യൂയോർക്ക് സ്റ്റേറ്റിലെ സിറ്റി ആണല്ലോ ന്യൂയോർക്ക് സിറ്റി. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ റോഡ് കണ്ടില്ലേ, ഈ റോഡ് ഫുൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ നയഗ്ര കഴിഞ്ഞിട്ട് ന്യൂയോർക്ക് വരെ, സിറ്റി വരെ ഏകദേശം അതിൻ്റെ അടുത്തെത്താറാവുന്നവരെ ഏകദേശം ഈ ഒരു ഇതാണ്. നമ്മൾ എക്സ്പ്രസ് ഹൈവേ അല്ല, ഇതുപോലത്തെ റോഡുകളാണ്, അങ്ങോട്ടല്ല. ഞങ്ങൾ ഇന്നലെ വെളുപ്പിന് 3 മണിക്ക് എത്തിയിട്ട് ഇപ്പം ഞങ്ങളിവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇതിപ്പോൾ നമ്മുടെ ബിസ്മി ഉണ്ട്. നമ്മുടെ ഹോട്ടലിൻ്റെ ഇതാണ്, ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ ആണ്. ഇവിടെ വലിയ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല. ഇത് ഞങ്ങൾ കഴിക്കുന്നുണ്ട് വാഫിൾ മാത്രമേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ വാഫിളും പിന്നെ ഓറഞ്ച് ജ്യൂസും ആപ്പിൾ ജ്യൂസും ബനാനയൊക്കെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ ഈ വാഫിൾ മേക്കിംഗ് മെഷീൻ വെച്ചിട്ടാണ് രാവിലെ വാഫിൾ ഉണ്ടാക്കിയത്. നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കണം. കാണിച്ച് കിടിലൻ വാഫിളാണല്ലോ. ഇതാണോ കൊള്ളത്തിലെന്ന് പറഞ്ഞു? അതേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കണം. നമ്മൾ രാവിലെ നമ്മുടെ വടംവലിക്കോട്ടിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ ന്യൂയോർക്കിലെ വടംവലിയാണ്. അപ്പോൾ ഇന്ന് ദീപികയും പിള്ളേരും അവർ നമ്മുടെ ന്യൂയോർക്ക് ഡൗൺ ടൗൺ മാൻഹട്ടൻ ഏരിയ അവിടെ ചുമ്മാ രാവിലെ കറങ്ങാൻ പോയി. അവർ സെമിയൊക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ചെത്തും. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് അജീഷ് ക്യാപ്റ്റൻ, അനന്തു കോച്ച്, ചാൾസ് പ്ലെയർ, പിന്നെ ഞാൻ ബ്ലോഗർ. ആസ്ഥാന ബ്ലോഗർ. ഞങ്ങൾ ഇത്ര പേരാണ്. ഓക്കെ, ഇനി നമുക്ക് കോട്ടിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ബാക്കി വലിക്ക് ശേഷം. ഇവിടാണ് വടംവലി മത്സരം നടക്കുന്നത്. ഇതൊരു ജ്ഞാനായ കമ്മ്യൂണിറ്റി സെന്ററാണ്. അതിന്റെ വെളിയിലാണ് നമ്മുടെ വടംവലി മത്സരം നടക്കുന്നത്. അപ്പോൾ മത്സരം തുടങ്ങി. 1-2 മത്സരമൊക്കെ കഴിഞ്ഞു. നമ്മുടെ ആദ്യത്തെ മത്സരവും കഴിഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് നമുക്ക് മത്സരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കാണാം. പോരാട്ടങ്ങളുടെ നടുക്കളത്തിലേക്ക് കടന്നു പോകാൻ വെച്ച പെരുമയുടെ പോരാട്ടത്തിന്റെ തീരങ്ങളിൽ തീരമണിയുന്നതാണ് എന്ന ചോദ്യത്തിന് മറുപടി തോർത്തുവെക്കണമെന്ന് ബോധിച്ചാൽ ഒരു വീഴ്ച ഉയർത്തെഴുന്നേൽക്കാൻ കണക്ക് പുസ്തകങ്ങളിലേക്ക് കൂട്ടിച്ചേർന്ന്
കാണാം ഒരു പടയോട്ട വേദിക. എതിരാളികളുടെ പിഴയ്ക്കുന്ന ഓരോ ചുവടും മനസ്സിലാക്കി കളിക്കുന്ന രണ്ട് ടീമുകൾ നെഞ്ചിലറിയടിക്കുന്ന പോരാട്ട വീര്യം കൈകാലുകളിലേക്ക് കാഞ്ഞെടുത്തുകൊണ്ട് ഈ കളിയുടെ പിന്നിൽ ഒരു മികവാർന്ന പോരാട്ടങ്ങൾ അപ്പോൾ ഞങ്ങളുടെ വടംവലി ടൂർണമെൻറ്റ് കഴിഞ്ഞു. ഞങ്ങൾ ന്യൂയോർക്കിൽ US ഞങ്ങളുടെ ആദ്യത്തെ കപ്പാണ്. ഞങ്ങൾ കപ്പടിച്ചിരിക്കുകയാണ്. ഇനി നമുക്കൊരു പ്ലാനുണ്ട്. നമുക്ക് ടൈം സ്ക്വയറിൽ പോകാൻ ഒരു പരിപാടിയുണ്ട്. ടൈം സ്ക്വയറിൽ പോയിട്ട് ഇതാരും ചാക്കോച്ച പോയി. അപ്പോൾ ടൈം സ്ക്വയറിൽ പോയിട്ട് നമ്മുടെ ട്രോഫിയൊക്കെ വെച്ചൊരു ഫോട്ടോ എടുക്കാൻ ഒരു പരിപാടിയുണ്ട്. നടക്കില്ലെന്ന് അറിയത്തില്ല, ഒത്തിരി ലേറ്റായി, നോക്കട്ടെ. ഇപ്പോൾ ഇവന് ഹോട്ടലിൽ പോകണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഭയങ്കര ക്ഷീണം. പൊന്നിന് ഹോട്ടലിൽ പോകണോ? ആ ടൈം സ്ക്വയറിൽ വരുന്നോ? നിങ്ങൾക്ക് ഹോട്ടലിൽ പോയാൽ മതിയോ? ടൈം സ്ക്വയർ വരണ്ട? നമ്മൾ ഇപ്പോൾ ടൈം സ്ക്വയറിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ എന്താ പറയുക, ന്യൂയോർക്കിൻ്റെ ഹൃദയം, ന്യൂയോർക്ക് സിറ്റിയുടെ ഹൃദയമായ ടൈം സ്ക്വയറിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ട്രോഫിയൊക്കെ വെച്ച് നമ്മളെല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല, പാർക്കിംഗ് തപ്പിക്കൊണ്ടിരിക്കുക. നല്ല LED ഒക്കെ വെട്ടിത്തിളങ്ങുന്നു. അപ്പോൾ നമ്മൾ ഓട്ടോ ആയിരുന്നു. 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇവിടുത്തെ ഏതോ ഒരു LED നമ്മുടെ ടീമിൻ്റെ ഫോട്ടോ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ സമയം രാത്രി 1:45. രാത്രി 1:30 ഈ സിറ്റിക്ക് ഒരു ഉറക്കമില്ലെന്ന് തോന്നുന്നു. എനിക്ക് എല്ലാവരും ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഒരു വൈകുന്നേരം കാണുന്ന പോലത്തെ ജനത്തിരക്കാണ് ഈ രാത്രി 1:30. ഇപ്പോഴും പല പല പരിപാടികളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലവും ഇതേപോലെ ഇവിടെ വന്നിരുന്നു. അന്ന് ഞങ്ങൾ കപ്പടിച്ചില്ല, അന്ന് റണ്ണേഴ്സ് അപ്പ് ആയിരുന്നു. അന്ന് ജസ്റ്റ് ഞങ്ങൾ ടൈം സ്ക്വയർ കാണാൻ വേണ്ടി വന്നിരുന്നു. പക്ഷേ ഇന്നത്തെ വരവ് നമ്മുടെ ഭയങ്കര സ്പെഷ്യലാണ്. നമ്മൾ കപ്പടിച്ച് കപ്പും കൊണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതും നമ്മുടെ ടീമിൻ്റെ ഫോട്ടോ ഇവിടുത്തെ ഏതെങ്കിലും ഒരു LED തെളിയും. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും എന്തോ വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ. എന്ത് പ്രതീക്ഷയാണ് ഇവിടെ നിൽക്കുന്നത്? സർപ്രൈസ്. ഇവിടെ നമ്മുടെ ടൈം സ്ക്വയറിൽ നമ്മുടെ പേര് വരും, ടീം ഗ്ലാഡിയേറ്റർ ഫോട്ടോ വരും. ഫോട്ടോ വിത്ത് ടീം ഗ്ലാഡിയേറ്റർ. കൺഗ്രാജുലേഷൻ ടീം ഗ്ലാഡിയേറ്റർ. സർപ്രൈസ് വിളിച്ചു. സർപ്രൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ട്രോഫിയൊക്കെ വെച്ച് ഭയങ്കര ഫോട്ടോ കൊടുത്തൊക്കെയാണ്. ഫോട്ടോ, വീഡിയോ, ഇതൊരു പ്രത്യേക അനുഭവമായിരുന്നു കേട്ടോ. ടൈം സ്ക്വയറിൽ ആദ്യമായിട്ടാണ്. നമുക്ക് നമ്മുടെ ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, അങ്ങനെ എല്ലാ ഫംഗ്ഷനും നമുക്ക് LED $100 $150 കൊടുത്താൽ അവർ ഡിസ്പ്ലേ ചെയ്യും. 15 സെക്കൻഡ്സ് സംതിങ് ഡിസ്പ്ലേ ചെയ്യും. നമുക്ക് ഓൺലൈൻ ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ അവർ നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. ഈ സ്ക്രീനിൽ, ഈ ബിൽഡിങ്ങിന് താഴെയുള്ള ഈ സ്ക്രീനിലായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഫോട്ടോയൊക്കെ എടുക്കുകയാണ്. കപ്പൊക്കെ വെച്ച് എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്തിട്ട് സമയം ഇപ്പോൾ കുറച്ച് നേരമായി. നമുക്ക് 1 മണിക്കൂറേ ഉള്ളൂ പാർക്കിങ്. അപ്പോൾ ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമ്മളിപ്പോൾ പതുക്കെ ഇനി ഇവിടുന്ന് വിടും. എന്നിട്ട് നാളത്തെ പ്രോഗ്രാം എന്തൊക്കെയാണ് തീരുമാനിച്ചിട്ടില്ല. നാളെ ഇവിടോട്ടൊക്കെ ഡൗൺ ടൗണിലൊക്കെ ഒന്ന് കറങ്ങണമെന്നാണ് വിചാരിക്കുന്നത്. മാൻഹട്ടനിലൊക്കെ നോക്കട്ടെ. അപ്പോൾ നമ്മുടെ ട്രോഫി ഇതാ വീണ്ടും ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇന്നലത്തെ ടൈം സ്ക്വയർ പോക്കെല്ലാം കഴിഞ്ഞിട്ട് വന്ന് കിടന്നപ്പോൾ വെളുപ്പിന് 4 മണിയായി. എന്നിട്ട് നമ്മൾ രാവിലെ ഇപ്പോൾ ഒരു 9:30 ആയപ്പോൾ നമുക്കിവിടെ ടൂർണമെൻറ്റ് നടത്തിയ ന്യൂയോർക്ക് സോഷ്യൽ ക്ലബ്ബ് ഉണ്ട്. അപ്പോൾ അവരുടെ ടീമുണ്ട്, ന്യൂയോർക്ക് കിങ്സ് എന്നൊരു ടീമുണ്ട്. അപ്പോൾ ന്യൂയോർക്ക് കിങ്സിൻ്റെ ഒരു പ്ലെയർ ജെയ്സിൻ്റെ വീട്ടിൽ നമുക്ക് നമ്മുടെ പ്ലേയേഴ്സിനെല്ലാം ഒരു ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ പോയി ഫുഡൊക്കെ അടിച്ച്
ഇപ്പോൾ നമ്മൾ തിരിച്ച് ഹോട്ടലോട്ട് പോകല്ല, തിരിച്ച് നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ഇവിടെ ഒരു ഔട്ട്ലെറ്റ് മോളുണ്ട്. ജസ്റ്റ് പോയി എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് പിന്നെ അവിടുന്ന് വീണ്ടും ന്യൂയോർക്ക് സിറ്റിയിലോട്ട് പോകാനൊരു പരിപാടിയുണ്ട്. മറ്റേ ബ്രൂക്ലിൻ ബ്രിഡ്ജും പിന്നെ ലിബർട്ടി, സ്റ്റാച്യു ഓഫ് ലിബർട്ടി, ആ ബോട്ടിങ്ങിനൊക്കെയാണ് പോകാൻ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. നോക്കട്ടെ തോന്നുന്നു. നമ്മൾ ഷോപ്പിങ്ങിന് പോയി, പക്ഷെ ആ പ്ലാൻ ക്യാൻസലായി. വുഡ്ബറി ഔട്ട്ലെറ്റ് മാൾ എന്നൊരു മോളായിരുന്നു. അവിടെ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ കാറുകളൊക്കെ ചുമ്മാ അവിടെ പാർക്കിങ്ങിലൂടെ കിടന്ന് കറങ്ങുക, പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാഞ്ഞിട്ട്. അതുകൊണ്ട് നമ്മൾ അവിടെ കയറിയില്ല, വിട്ടു. ഇനി നമ്മൾ സിറ്റിയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ പോയിട്ട് ഈ മറ്റേ സിറ്റി ടൂർ ബസ്സൊക്കെ എടുത്തൊന്ന് പിള്ളേരെയൊക്കെ എല്ലാം കാണിച്ചിട്ട് പിന്നെ ബ്രൂക്ലിൻ ബ്രിഡ്ജ് പോകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഒക്കെ ബോട്ടിലൊക്കെ പോയി കാണാമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ അതാണ് ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇനി അപ്പുറത്ത് സബ്വേ സ്റ്റേഷൻ ഉണ്ട്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് സെക്കാക്കസ് സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളിനി സിറ്റിയിലേക്ക് ട്രെയിൻ പിടിച്ച് പോകേണ്ടത്. നമ്മൾ സ്റ്റേഷനുള്ളിലെത്തി. നമ്മൾ ഇനി ട്രാക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി കിടക്കണം. നമ്മുടെ അജീഷ് ഉണ്ട്, അവർ ക്യാപ്റ്റൻ, പിന്നെ ചിന്തു ഉണ്ട്, ദാവോട് ക്യാപ്റ്റൻ്റെ ഭാര്യ, പിന്നെ നമ്മളെല്ലാവരും ഉണ്ട്. ബാക്കി എല്ലാവരും കുറച്ച് പേരൊക്കെ തിരിച്ചു പോയി, ടൊറന്റോയ്ക്ക് പോയി. ഞങ്ങൾ കുറച്ച് പേരുണ്ട്. നീ എന്ന് നാളെ പോകും. നാളെ ഇപ്പോൾ സബ്വേ എടുത്ത് സൗത്ത് ഫെറി സ്റ്റേഷനിലെത്തി. ഇവിടുന്ന് ഇനി നമുക്ക് ബോട്ട് പിടിച്ചിട്ട് പോകണം സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. നമ്മൾ ആ ഫെറിയുടെ അടുത്തേട്ട് പോവാണ്. ഇവരെല്ലാവരും അങ്ങോട്ടാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഫെറി എടുത്ത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ അടുത്ത് വരെ പോകാൻ പറ്റും. പക്ഷേ നമ്മൾ വേറെ ബോട്ട് സർവീസ് ഉണ്ട്, അതെടുത്ത് കഴിഞ്ഞാൽ ലിബർട്ടി സ്റ്റാച്യുവിൻ്റെ തൊട്ട് കീഴിൽ വരെ പോകാൻ പറ്റും. പക്ഷേ ഈ ഫെറിക്ക് കാശ് റേറ്റ് കുറവാണ് കമ്പയർഡ് ടു ബോട്ട് സർവീസ്. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ ബോട്ട് സർവീസ് എടുത്താണ് പോയത്. അപ്പോൾ അത് നമുക്ക് സ്റ്റാച്യുവിൻ്റെ തൊട്ട് കീഴിൽ വരെ പോകാൻ പറ്റി. ഞങ്ങളിവിടെ ഫെറിയിൽ കയറാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ആക്ച്വലി ഫെറി ഫ്രീ ആണ് കേട്ടോ, ഫ്രീ ആണ്. നമുക്ക് ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ നല്ല തിരക്കുണ്ട്. അടുത്ത ഫെറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഫെറിന്ന് കേട്ടപ്പോഴേ അല്ലെ കണ്ടപ്പോൾ നിനക്ക് എന്തോ പെട്ടെന്ന് ഓർമ്മ വന്നേ? ആംസ്റ്റർഡാമിലെ ആ ഫെറി നല്ല രസമല്ലേ? മൊത്തം സൈക്കിൾ ഇറങ്ങി വരുന്ന ഫെറി. എന്ത് ചേട്ടൻ എന്താണ്ടോ ഇതിനെ പറയായിരുന്നു? എന്തോ ഞാനെന്ത് പറയാൻ, അതിന്റെ ഒരു പേര് പറയുമായിരുന്നല്ലോ. ഫെറിയല്ല, കണക്ട് ചെയ്യുന്ന ഒരു സാധനം. ജങ്കാർ. അപ്പോൾ നമ്മൾ ഫെറിയിൽ കയറി. ഇതാണ് ഫെറി. വലിയ കെട്ടിടം പോലുണ്ട്, അങ്ങനെ അറ്റം വരെ ഉണ്ട്. നമ്മളിതിൻ്റെ വെളിയിലാണ്. നമ്മൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടി അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെയാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. കാണുന്നതാണ് പുതിയ വേൾഡ് ട്രേഡ് സെൻറ്റർ. അതിൻ്റെ പരിസരത്തായിട്ടാണ് പഴയ 2 ട്വിൻ ടവർ നിന്നിരുന്നത്. അവിടെയാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. പക്ഷേ ഇത് നമുക്ക് അതിൻ്റെ അടുത്ത് പോകത്തില്ല, ഫെറി സൈഡിൽ കൂടെ പോകത്തേ ഉള്ളൂ. ഇത്രയും അടുത്തേ എടുക്കാൻ പറ്റുള്ളൂ. നല്ല സൂര്യപ്രകാശമുണ്ട്, അപ്പോൾ കറക്റ്റായിട്ട് കിട്ടത്തുമില്ല. ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് എടുത്ത് നോക്കട്ടെ. നമ്മളിപ്പോൾ ഫെറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് നമ്മൾ സബ്വേ പിടിച്ച് തിരിച്ചൊരു ഹോട്ടലിലേക്ക് പോകാനുള്ള പരിപാടിയാണ് നോക്കട്ടെ. ഇവിടുന്ന് ഏത് റൂട്ട് പിടിക്കണമെന്ന് അറിയത്തില്ല, ചുമ്മാ കറങ്ങി നടക്കുക. ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾ നമ്മുടെ അടുത്ത ഫെറി 7-8 മണിക്കേ ഉള്ളൂ.
അപ്പോൾ ഞങ്ങളതിന് മുന്നേ ഇവിടെ കയറി. നമ്മുടെ ഇവിടെ ഒരു ഔട്ട്ലെറ്റ് മാളുണ്ട്. ഇവിടെ നൈക്കിയുടെ ഷോറൂം ഒക്കെ ഉണ്ട്. എൻ്റെ അമ്മച്ചി എൻ്റെ തോളക്കരി ചെറുക്കം പിടിച്ച്. അപ്പോൾ നമ്മളിവിടെ കയറി ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തി വേണ്ട വാങ്ങിച്ചിട്ട് ഇവിടെ ഇരിക്കുവാണ് എല്ലാവരും. ഇനി 8 മണിക്കാണ് അടുത്ത ഫെറി. അപ്പോൾ തിരിച്ചോ ഞങ്ങളുടെ വടംവലി ഈ ആഴ്ചത്തെ ന്യൂയോർക്ക് ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. നല്ലൊരു കിടിലൻ ഒരു വടംവലി ടൂർണമെൻ്റ് ആയിരുന്നു. ഞങ്ങളുടെ ക്യാപ്റ്റൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ക്യാപ്റ്റൻ എന്തെങ്കിലും അവസാനമായി പറയാനുണ്ടോ? ഒന്നുമില്ല അല്ലേ? ക്യാപ്റ്റൻ ഭയങ്കര ഹമ്പിൾ ആൻഡ് സിമ്പിളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. അപ്പം നമുക്ക് വീഡിയോ നിർത്താം. സന്തോഷമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു ടൂർണമെൻ്റ് കൂടെ പെൻഡിങ് ഉണ്ട്. അടുത്ത ആഴ്ച ഷിക്കാഗോയിലും എല്ലാവരും വരുന്നുണ്ടോ? ഇതുകൊണ്ട് എല്ലാവരുടെ കാര്യം കൺഫേം ആയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ ഓക്കെ, എല്ലാവരും ബൈ ബൈ ക്യാപ്റ്റൻ.